ഒച്ച കേട്ടുകാണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒച്ച എപ്പോഴും പെരും ഒച്ച, ഭയങ്കര ധ്വനിങ്ങട്ട് ഇടും. അത് നമ്മളിലായിരുന്ന സമയത്ത് ഒച്ചങ്ങട്ട് അടച്ചിട്ട് പലപ്പോഴും നമ്മളൊക്കെ പറയും അങ്ങനെ ഒച്ചടണ്ട. പിന്നെ നീ കടന്ന് ചാവും, സീഡി ഇറക്കാൻ വേണ്ടിയാണ്ട് കടന്ന് ചാവും. അങ്ങനെ ഒച്ചിടുന്നതാണ്. ഇപ്പം പറയുന്നുണ്ട് ഔലിയാക്കന്മാരാരാണെന്നുള്ളത് ഞങ്ങൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഔലിയാക്കന്മാരാരാണെന്ന്. ഔലിയാക്കന്മാരാരാണെന്നുള്ളത് ഓർക്കറിയാം. ആ ഔലിയാക്കന്മാർ, ഓൻ അറിയുന്ന ഔലിയാക്കന്മാരുടെ പേരും പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കിട്ടോ. ഇപ്പോൾ ഉണ്ടാക്കി തീർക്കണ കുത്തിത്തിരിപ്പും ഇപ്പോൾ പറഞ്ഞ ഔലിയാവും അതൊന്ന് കേട്ട് നോക്കാം നമുക്ക്. ഞങ്ങൾക്കറിയാം ആരാണ് ഔലിയാക്കള്. മഹാനരായ ഖുത്ബുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയാം. അവിടെ സൗഹാർദ്ദം ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ഉപകാരം ചെയ്തു ഖാജ തങ്ങൾ, മമ്പറം തങ്ങൾ, അല്ലേ? മഹാന്മാരായ ഔലിയാക്കൾ, താജുൽ ഉലമ സയ്യിദ് അവറുകൾ, അല്ലേ? ഇപ്പൊ ഔലിയ ആരാണെന്ന് പറഞ്ഞത് താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ. ഉള്ളാളത്തെ തങ്ങൾ പാപ്പ വലിയ ഔലിയായിരുന്നു. അത് ഓൽക്കാർക്കും പറഞ്ഞു കൊടുക്കണ്ട. ആരും പറഞ്ഞു കൊടുത്തു കണ്ടല്ല, ഓല് മനസ്സിലാക്കിയാണ്ട് പറയുന്ന സംഗതികളാട്ടോ. ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നത് ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയായിരുന്നു. ശംസുൽ ഉലമയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമയുമായി കൊണ്ട് അകന്നു പോന്നിട്ടുള്ളത് സുന്നത്തമായത്തിൻ്റെ വിഷയവുമായി കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ AP ഉസ്താദ്, ഉള്ളാളത്ത് തങ്ങൾ പാപ്പ, MA ഉസ്താദിനെ പോലത്തെ ആളുകളൊക്കെയാണ്. അവരൊന്നും ശംസുൽ ഉലമയെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറഞ്ഞിട്ടില്ല. ഉള്ളാളത്തെ തങ്ങൾ പാപ്പ പറഞ്ഞ വിഷയം അത് ഉള്ളാളത്തെ തങ്ങൾ പാപ്പാൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതും അല്ല. മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞതാണ്, എടുത്തു ധരിച്ചതാണ്. ഏതായാലും നൗഷാദ് തന്നെ ഒന്ന് വരട്ടെ. ഞങ്ങള് താജുൽ ഉലമയും ഒക്കെ ഞങ്ങളാളാന്ന് പറഞ്ഞപ്പോ എന്റെ ആളോ നിങ്ങളാളോ എന്ന് നിങ്ങൾ സംശയിപ്പിച്ചപ്പോ ഞങ്ങളെ ഫോണിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചത് തങ്ങളവറുകളെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് കേൾപ്പിക്കേണ്ടി വന്നു. അതിനൊന്നും വിഷയമില്ല. നേരത്തെ പിന്നെ നിർദ്ദേശപ്രകാരം കേൾപ്പിക്കൽ കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിലുള്ള കുത്തിത്തിരിപ്പാണ് ഞങ്ങൾക്കുള്ള വിഷയം. എന്തേ ഇപ്പം എന്നിട്ട് എനിക്ക് താജുൽ ഉലമക്ക് ഇപ്പം പറ്റിയത്? അല്ല, അതും ആണല്ലോ എന്ന് പറയാം. താജുൽ ഉലമക്ക് ഇപ്പം എന്ത് സംഭവിച്ചു? ഓതാ പറയുന്നത് വേറൊന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹാനോട് തെറ്റിയത് വലിയ അബദ്ധമായി പോയി. അങ്ങനെ ചെയ്യാൻ ഒരു കുരുവട്ടൂർ കോളാമ്പി ശംസുൽ ഉലമയോട് കാന്തപുരം തെറ്റിയിട്ടില്ല. മനസ്സിലായെനിക്ക്? സംഘടനാപരമായി കൊണ്ടാണ് രണ്ടായിട്ടുള്ളൂ, സമസ്തന് രണ്ടായിട്ടുള്ളൂ. അവർ തെറ്റിയിട്ടില്ലല്ലോ. തെറ്റിയിട്ടുണ്ടെങ്കിൽ 96 ശംസുൽ ഉലമ വഫാത്തായപ്പോൾ അവിടെ എത്തൂല. 93 ഭാര്യ വഫാത്തായപ്പോൾ എടുത്തു. 93 എൻ്റെ ഓർമ്മ. ഭാര്യ വഫാത്തായപ്പോൾ അവിടെ എത്തൂല. രോഗിയാകുമ്പോൾ അവിടെ എത്തൂല. തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണത് മുണ്ടാടക്കുക എന്നുള്ളതാണ്. ഇനി എൻ്റെ കോമാട്ടുചാലിലെ അദ്ദൂൻ്റെ എൻ്റെ അടുത്ത് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ എന്താണാവോ? അതിന് വേറെ വല്ല മസലേറ്റും പാ. ഇനിയിപ്പോൾ അന്ന് എന്താ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു കാണ്ട് വേറെണ്ട. പമ്പേഴ്സ് ഒന്നാണ് പറഞ്ഞു തരും. പമ്പേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അന്ന് എന്താ ഉണ്ടായി എന്നുള്ളത്, തെറ്റീക്കാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. പുത്തനാശയക്കാരോട് ബിദാത്തുകാരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ട ഒരു ദീനിന്റെ നിയമമാണ്. അതിന് എതിരായി 89-ൽ ശംസുൽ ഉലമയുടെ ഭാഗത്തു നിന്നൊരു സഞ്ചാരമുണ്ടായി. കേട്ടോ, പുത്തനാശയക്കാരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് ദീനിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ ആ വിഷയത്തോടനുബന്ധിച്ച് ശംസുൽ ഉലമയിൽ നിന്നൊരു സഞ്ചാരമുണ്ടായി. അങ്ങനെയാണ് രണ്ടായി വന്നത് എന്ന് ആരാ പറയണത്? പമ്പേഴ്സ് പറയണത് കേട്ടജി. അങ്ങനെയാണ് രണ്ടായത്. 1989 ശേഷം രണ്ടായി വരുന്നത്. അതിൻ്റെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. എന്നാൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അക്കാലഘട്ടത്തിൽ തന്നെ
ആ പിരിഞ്ഞതിൻ്റെ ഉടനെ തന്നെ ആ താരിയിൽ തന്നെ പിന്നെ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് മർക്കസിൽ പോയിക്കൊണ്ട് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് പത്രക്കട്ടിംഗ് ഒന്നുമല്ല, വീഡിയോ സഹിതം സമസ്തയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കി. ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സമസ്തയുമായി വേർപെട്ട സന്ദർഭം തന്നെ, ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഹൈദറൂസ് മുസ്ലിയാർ, സുന്നി യുവന സംഘത്തിൽ എൻ്റെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, സമസ്തയിലെ ഒരു വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ അടക്കമുള്ള കുറച്ചാളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്ക് മർക്കസിലേക്ക് ഞങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ട്. അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ട്. അകന്നു പോയാൽ അതങ്ങനെ കൂടുതൽ അകൽച്ച വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സംഘടനയെ അടുപ്പിച്ച് നിർത്തണം എന്ന നിലക്കായിരുന്നു ഞങ്ങളുടെ സംസാരം. ഏകദേശം അനുകൂലമായ രൂപത്തിലെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ദൈവവിധി, അള്ളാഹുവിന്റെ ഖള അനുസരിച്ച് അത് നടന്നില്ല. ഏതെങ്കിലും ഒരു തരം അനുരഞ്ജനം സാധ്യമാകാതെ പോകുന്നത് ഒരു വിഭാഗത്തിന്റെ കടുംപിടുത്തമോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ ആയിരിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു പൊതു സ്റ്റേജിൽ അത് പറയുന്നത് സുഖല്ല എന്നുള്ള നിലയിൽ ഒരു വിഭാഗത്തിന്റെ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കണ്ടോ, സത്യാവസ്ഥ ശരിക്കും അലിക്കുട്ടി ഉസ്താദിനെ അറിയാം. അലിക്കുട്ടി ഉസ്താദിനെ അറിയാം ശരിക്ക്. അലിക്കുട്ടി ഉസ്താദാ പറഞ്ഞതാണ്. ഇപ്പം പറഞ്ഞതല്ല, മുന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ അലിക്കുട്ടി ഉസ്താദ് സുഖമെല്ലാം എടുക്കുകയാണല്ലോ. ഇപ്പം പറഞ്ഞതല്ല, മുന്നേ പറഞ്ഞതാണ്. നോക്കണം, ഷംസുൽ ഉലമ ഉള്ള കാലഘട്ടത്തിലായിരുന്നത്. ഷംസുൽ ഉലമ ഉള്ള കാലഘട്ടത്തിലാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങോട്ട് ചെന്നിട്ടുണ്ട് മർക്കസിക്ക് തന്നെ. മനസ്സിലായോ? എന്നിട്ടിപ്പോൾ നൗഷാദ് ഈ നൗഷാദിനെ സംബന്ധിച്ച് ഇവനൊക്കെ എന്താ നിങ്ങൾ വെറും പിന്നെ കൽബിൻ്റെ കാട്ടാണ്. അത്ര നജസാണ് എനിക്ക്. അന്ന് ഘോരാഘോരമായിക്കൊണ്ട് നൗഷാദ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ കാന്തപുരം ഉസ്താദിനൊക്കെ പറഞ്ഞതിനേക്ക് കണക്കും കാജുമില്ല. താജുൽ ഉലമയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് 0 ഉലമ എന്നൊക്കെയായിരുന്നു. നൗഷാദിൻ്റെ പിന്നെ അതിനേക്കാൾ ഒന്നും കൂടി കൂടുതലായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. താജുൽ ഉലമയെ 0 ഉലമ. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പാടെ കുലുങ്ങി ചിരിച്ചൊരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസംഗിച്ചിരുന്ന ആളാണ് അബ്ദുറഹ്മാൻ കല്ലായി. ആ കല്ലായി ഇന്ന് പറയുന്നത് കേട്ടാൽ നമ്മളാകെ അന്തം വിട്ടു. ഇപ്പോൾ കല്ലായി കാരണം കാന്തപുരം ഉസ്താദിന് അത്രമാത്രം ഒരു കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ കാന്തപുരം ഉസ്താദ് ഈ നൗഷാദിൻ്റെ ഏറ്റവും പരിപാടി പോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ. നൗഷാദിൻ്റെ ഒക്കെ പരിപാടി പോലെ അങ്ങനെ ഓരോ കവലകളിൽ മുഴുവനും കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആര്, ഈ അബ്ദുറഹ്മാൻ കല്ലായിയൊക്കെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അലം നശ്റഹിലക സദറക എന്നുള്ള സൂറത്ത് പറഞ്ഞില്ലേ, എന്നതുപോലെ അള്ളാഹു ഉയർത്താൻ കരുതിയ ഒരാളെ അള്ളാഹു ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴ്ത്താൻ നോക്കിയിട്ട് കാര്യമില്ല. കാന്തപുരം ഉസ്താദിനെ അള്ളാഹു ഉയർത്തിയ നമ്മൾ താഴ്ത്തിയിട്ട് കാര്യമില്ല. എന്നാൽ നമുക്ക് പല ആൾക്കാരെ ഉയർത്താം, പക്ഷേ അത് അള്ളാഹ്ക്ക് താഴ്ത്താൻ കഴിയും. അള്ളാഹു ഉയർത്തിയ ആളെ നമുക്ക് താഴ്ത്താൻ കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളുടെ നാട്ടിലെ ഒരാളെ റൗഡിയാക്കും, ഓൻ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കും, പക്ഷേ അത് നമ്മളാക്കിയതാണ്. ഓൻ അള്ളാഹ്ക്ക് താഴ്ത്താൻ പറ്റും. ആ സമയത്ത് അള്ളാഹു ഉയർത്തിയ ഒരാൾ നമുക്ക് താഴ്ത്താൻ കഴിയില്ല. കാന്തപുരം ഉസ്താദിനെ അള്ളാഹു ഉയർത്തിയതാണ്. ഇപ്പോൾ ആ പറഞ്ഞത് മുഴുവനും ഒരൊറ്റ പ്രസംഗം കൊണ്ട് ബാത്തിലായി കളഞ്ഞു. അബ്ദുറഹ്മാൻ കല്ലായിയുടെ പ്രസംഗം കേട്ടു നോക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം കണ്ടോ. അത്രയും സീനിയറാണ് ആര്, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഇതാരാ പറയണറിയോ? അബ്ദുറഹ്മാൻ കല്ലായിയാ പറയണത്. അതേ തൊള്ളേറ്റാണ് ഈ പറയുന്നത്. കേൾക്കണം. അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്.
ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പ്. شيخنا الشيخ أبو بكر أحمد കാന്തപുരം يحمد أدوم ممدوح ممجد مجدد الزمان قائد القرون حج الحرمين زائرا سيد الكونين قال ولينا قطب العالم لنا متبع أستاذنا أحسن قائد العالمين. ഇതാണ് ഈ മുതൽ കണ്ടില്ല നിങ്ങൾ. ഇതിനാണ് നൗഷാദി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓനൊക്കെ ഉറക്കാത്ത കൈയുണ്ടോ? ഓൻ ആദ്യം കാന്തപുരം ഉസ്താദിനൊക്കെ ആദ്യം പറഞ്ഞത് കേട്ടാണ്ടല്ലോ, പിന്നെ താജുലുലമനൊക്കെ പറ്റി പറയുന്നത് കേട്ടാണ്ടല്ലോ. ഇപ്പോൾ ശംസുലുലമയിൽ മാതൃക ഉണ്ട് കണ്ട് ശംസുലുലമല്, എന്നിട്ട് അതിൽ ഞങ്ങളിൽ മാതൃക ഉണ്ട് കണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടെന്നുള്ളത് MT അബൂബക്കർ ദാരിമി പറയുന്നു. എന്നിട്ടിപ്പോൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ എന്തോ ഒരു വീഡിയോ തട്ടിപ്പിടിച്ചെടുത്ത് കൊടുത്തുകൊണ്ട് അതിൽ ശംസുലുലമ പിന്നെ കഫറാന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് ഉള്ളാളത്തങ്ങൾ പറഞ്ഞു പറഞ്ഞാണ്ട് അങ്ങനെ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നോക്കി. എന്തെല്ലാം മോൻ ചെയ്തു നോക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ ഒന്നും നടക്കണില്ല. ഒക്കെ അമ്മിക്കുട്ടി വെള്ളത്തിലിട്ട മാതിരിയാണ്. ഒന്നും നടക്കണില്ല. ഇത് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഇവൻ്റെ ഈ തിരിപ്പ് വിജയിക്കൂല, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിൽ ആലിമീങ്ങളാണ്, ഇഖ്ലാസുള്ള വറയുള്ള ആലിമീങ്ങളാണ്. എൻ്റെ ഈ കവലകളായ പ്രസംഗത്തിന് വന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് പറയുന്ന മൂല്യന്മാരല്ല. ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ.